കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ധനവില കൂടുമ്പോൾ സംസ്ഥാന സർക്കാർ അധിക വരുമാനം വേണ്ടെന്ന് വെക്കണം എന്നായിരുന്നു അവരുടെ തീരുമാനം. വി ഡി സതീശൻ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ഉൾപ്പെടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സംസ്ഥാനത്തിന് ലഭിക്കുന്ന ഈ ആനുകൂല്യം വേണ്ടെന്ന് വെക്കുവാൻ തീരുമാനിച്ചിട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാവുന്നതാണ്. അതേപോലെ ജനക്ഷേമപരമായ നിലപാടുകളെ മുഴുവൻ അട്ടിമറിച്ച് കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ പ്രഖ്യാപനമാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങളാണ് ആ സ്ഥാനത്ത് വരുന്നത്. അതിൻ്റെ ഫാക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പോർട്ട് ഏൽപ്പിച്ചത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോഴാണ് അവിടെ തന്നെ പറഞ്ഞത്, അത് ഞങ്ങളല്ല, ഉമ്മൻചാണ്ടീൻ്റെ കാലത്താണ് കരാറുണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് ഇവിടെ വി ഡി സതീശനും അവിടെ രാഹുൽ ഗാന്ധിയും പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, വലതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാരവൽക്കരണ നിലപാടിൻ്റെ, സാമ്രാജ്യത്വവൽക്കരണത്തിൻ്റെ, സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് UDF ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് പോലെ ജൻസി എന്ന പേരിൽ ഇപ്പോൾ ഇവിടെ വളരെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അതാണ്. ആ പേരല്ലാതെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, നോളജ് എക്കണോമി മിഷൻ, കെയർഡിസ്ക് തുടങ്ങിയവയെപ്പറ്റി ഒരു പരാമർശം പോലും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ 150 കോടി രൂപ നീക്കിവെച്ച സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു പദ്ധതിയായിരുന്നു. നിരവധിയായ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഹബ്ബ്, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായം തുടങ്ങിയ മുഴുവൻ മേഖലയിലുമായി ബഡ്ജറ്റ് ആകെ മാറ്റിവെച്ചിട്ടുള്ളത് 50 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി മാത്രം 150 കോടി മാറ്റിവെച്ചിരുന്നു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ലീവ് സറണ്ടർ അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കാരങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് ബഡ്ജറ്റിൻ്റെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരിതെല്ലാം വലിയ ബാധ്യതയായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. സ്വാഭാവികമായി ലക്ഷക്കണക്കിന് ജീവനക്കാരെയും അവരുടെ ശമ്പള പരിഷ്കരണ പ്രതീക്ഷയെയും എല്ലാം അട്ടിമറിക്കുന്ന ലീവ് സറണ്ടർ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴും നൽകാതിരിക്കുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും അതിനാവശ്യമുള്ള 1% തുക പോലും നീക്കിവെക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകമായ ഒരു രീതി.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കല്ലിലും പേപ്പറിലും മാത്രമായി അവസാനിക്കുന്ന പദ്ധതികളാണ് മിക്കവാറും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ വലിയ രീതിയിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം സാമ്പത്തിക പ്രതിരോധം തന്നെയാണ്. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയതുകൊണ്ട് ഏതാണ്ട് 2 ലക്ഷം കോടിയോളം ഉറുപ്പിക നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര വിഹിതം ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത് ഇതിനകം തന്നെ. ഇനിയും ഒരു സംശയവും വേണ്ട, കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സംസ്ഥാനങ്ങളോട് പൊതുവെ, പ്രത്യേകിച്ച് BJP വിരുദ്ധ ഗവൺമെൻറ്റുകളോട്, അതിലും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളോട് എടുത്ത സമീപനം ഞാൻ ഈ പറഞ്ഞ പോലെ പകപോക്കൽ നിലപാട് തന്നെയാണ്, പ്രതിരോധം തന്നെയാണ്, സാമ്പത്തിക പ്രതിരോധം. ഉപരോധം രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ. അങ്ങോട്ട് അവർ പ്രതിരോധിക്കുക, നമ്മളെ അനുവദിക്കില്ല, നമുക്ക് തരില്ല. ഉപരോധം, പണം തരാതിരിക്കുകയാണ് നമുക്ക്. അങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നടത്തിയത്. ഇപ്പോഴീ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ധവളപത്രത്തിലും ഒരക്ഷരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഉരിയാടിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. എത്ര കാലമാണ് ഇങ്ങനെ പോകാൻ സാധിക്കുക? ഗവർണർ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായ സംഭവമാണ്. മുമ്പ് ശ്രമിച്ചപ്പോൾ അന്ന് കേരള ഗവൺമെൻറ് അതിനെ അനുവദിച്ചില്ല. ഇപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൂടി ചെയ്യാൻ അവകാശമുണ്ട് എന്ന രീതിയിൽ ഗവർണറുടെ ഓഫീസും ഗവർണറും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉന്നത മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ ആ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ യോഗം വിളിച്ചതിനെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ചും എനിക്കറിവുണ്ടായിരുന്നില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇതുപോലെ ഒരു സ്ഥിതി ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഗവർണർ വിളിച്ചു ചേർത്ത യോഗം, ആ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം ആ യോഗത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുന്നത്, ഞാനിങ്ങനെ ഒരു യോഗം വിളിച്ചത് അറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതെല്ലാം കെടുകാര്യസ്ഥയുടെ അങ്ങേയറ്റാണ്. മുമ്പ് ഇങ്ങനെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഗവൺമെൻറ് തന്നെ അതിശക്തിയായിട്ട് അതിനെ എതിർക്കുകയും യോഗത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഈ രീതിയിൽ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഗവർണറുടെ ശ്രദ്ധയിൽ, അവരുടെ കൃത്യമായ പ്രോഗ്രാമിൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടയിൽ കേരള ഗവൺമെൻറ് കുടുങ്ങുന്നത് എന്നുള്ളത് ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്.